പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 25 കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് ആണ്. വരാൻ പോകുന്ന 10th ലെവലിന്റെ പ്രിലിംസ് എക്സാംസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ +2 ലെവൽസിന്റെ മെയിൻസ് എക്സാംസിനും അതുപോലെ തന്നെ വരാൻ പോകുന്ന ഡിഗ്രി ലെവലിന്റെ എക്സാംസിനെല്ലാം ഒരുപോലെ സഹായകരമാകുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സാം എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സംസാരിച്ച സമയം വേണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സർവീസ് എന്താണ് ഓൺലൈൻ ടാക്സി സംവിധാനമായിട്ടുള്ള കേരള സവാരി ഏത് ജില്ലയിലാണ് ആരംഭിക്കുന്നത് എന്താണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം എന്താണ്, സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സംവിധാനമായിട്ടുള്ള കേരള സവാരി ഏത് ജില്ലയിലാണ് ആരംഭിക്കുന്നത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഏത് ജില്ലയിലാണ് കേരള സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സംവിധാനമായിട്ടുള്ള കേരള സവാരി ആരംഭിക്കുന്നത്? ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് എഴുതാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പോ സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ടാക്സി സംവിധാനമായിട്ടുള്ള കേരള സവാരി ഏത് ജില്ലയിലാണ് ആരംഭിക്കുന്നത്? തിരുവനന്തപുരത്താണ് ആരംഭിക്കുന്നത് അറിഞ്ഞിരിക്കുക. വേറെ സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിലെ ഏത് സ്ഥാപനമാണ് തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡയറക്ടറി പുറത്തിറക്കിയത്? ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. കേരളത്തിലെ ഏത് സ്ഥാപനമാണ് തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡയറക്ടറി പുറത്തിറക്കിയത്? കേരളത്തിലെ ഏത് സ്ഥാപനമാണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ. ഈ 4ഉം ഒരുപോലെ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ കലാകാരന്മാരെ ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ശരി ഉത്തരം കണ്ടെത്താനാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എന്ത്? കേരള ലളിതകലാ അക്കാദമിയാണ് കേട്ടോ. അപ്പൊ കേരള ലളിതകലാ അക്കാദമിയാണ് കേരളത്തിലെ ആർട്ടിസ്റ്റ് ഡയറക്ടറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഡയറക്ടറി പുറത്തിറക്കിയ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡയറക്ടറി പുറത്തിറക്കിയ സ്ഥാപനമാണിത്, കേരള ലളിതകലാ അക്കാദമി എന്ന്. വേറെ സംശയമൊന്നുമില്ലല്ലോ അതിലും, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കടുത്ത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. UPA ഓട്ടോ പേ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം കമ്പനി ഏതാണ് എന്നാണ് ചോദ്യം. UPA ഓട്ടോ പേ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടെലികോം കമ്പനി ഏതെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഒന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. UPA ഓട്ടോ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടെലികോം കമ്പനി ഏതാണ്? അപ്പൊ ഇങ്ങനെയുള്ള ഇന്നോവേഷൻസ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്ന ആര് തന്നെയാണ്? നമ്മുടെ ജിയോ തന്നെയാണ് അല്ലേ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പൊ UPA ഓട്ടോ പേ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടെലികോം കമ്പനി ഏതാണ്? ജിയോ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, UPA ഓട്ടോ പേ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ കമ്പനി ഏതാണ്? ജിയോ ആണ്. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സർക്കാർ മേഖലയിലെ ആദ്യ നാനോ കാത്ത് ലാബ് ആരംഭിക്കുന്നത് ഏത് മെഡിക്കൽ കോളേജിലാണ്? ചോദ്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. സർക്കാർ മേഖലയിലാണ്. ഇങ്ങനെ സർക്കാർ മേഖലയിലെ ആദ്യത്തെ ന്യൂറോ കാത്ത് ലാബ് ആരംഭിക്കുന്നത് ഏത് മെഡിക്കൽ കോളേജിലാണെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ ഏത് മെഡിക്കൽ കോളേജിലാണ് സർക്കാർ മേഖലയിലെ ആദ്യത്തെ ന്യൂറോ കാത്ത് ലാബ് ആരംഭിക്കുന്നത്? ഓപ്ഷൻ ബി തന്നെയാണ് അതിന്റെയും ശരി ഉത്തരം വരുന്നത്, നമ്മുടെ തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്ത് തന്നെയാണ് സർക്കാർ മേഖലയിലെ ആദ്യത്തെ ന്യൂറോ കാത്ത് ലാബ് ആരംഭിക്കുന്നത് ഏത് മെഡിക്കൽ കോളേജിലാണ്? തിരുവനന്തപുരത്താണെന്ന് അറിഞ്ഞിരിക്കുക. സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. GST അടയ്ക്കുന്നവർക്ക് അടുത്തിടെ റേറ്റിംഗ് സ്കോർ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ചോദ്യം. GST അടയ്ക്കുന്നവർക്ക് അടുത്തിടെ റേറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ റേറ്റിംഗ് സ്കോർ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? റേറ്റിംഗ് സ്കോർ കാർഡ് GST അടയ്ക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? റേറ്റിംഗ് സ്കോർ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ അത് ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ്. അപ്പൊ കേരളം തന്നെയാണ് GST അടയ്ക്കുന്നവർക്ക് അടുത്തിടെ റേറ്റിംഗ് സ്കോർ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് തന്നെയാണ്? നമ്മുടെ കേരളം തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. അതിലും വേറെ സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ഓക്കെ, ഇപ്പൊ ആരുടെ പഠന റിപ്പോർട്ടാണ്? ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മലിനമായ നഗരം ഏതെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. ഏതായിരിക്കും? 4 ഓപ്ഷൻസ് വായിച്ച ശേഷം ശരി ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, നിങ്ങൾക്ക് ശരി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്?
നമ്മുടെ ആന്ധ്രാപ്രദേശാണെന്ന് അറിഞ്ഞിരിക്കുക. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനകരമായ അല്ലെങ്കിൽ മലിനമായ നഗരം ഏതാണ്? വിശാഖപട്ടണമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 7ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2001 ജൂലൈയിൽ ലോകോത്തര പ്രകൃതി സംരക്ഷണ ഗുണനിലവാര അക്രഡിറ്റേഷൻ ലഭിച്ച കേരളത്തിലെ കടുവാ സങ്കേതം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. 2021 ജൂലൈയിൽ ലോകോത്തര പ്രകൃതി സംരക്ഷണ ഗുണനിലവാര അക്രഡിറ്റേഷൻ ലഭിച്ച കേരളത്തിലെ കടുവാ സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പറമ്പിക്കുളമാണ് കേട്ടോ. അപ്പോ എന്താണ് ചോദ്യം? 2021 ജൂലൈയിലെ ലോകോത്തര പ്രകൃതി സംരക്ഷണ ഗുണനിലവാര അക്രഡിറ്റേഷൻ ലഭിച്ച കേരളത്തിലെ കടുവാ സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പറമ്പിക്കുളമാണ്. ഓക്കെ, സംശയമില്ലല്ലോ, ക്ലിയർ അല്ലേ? പറമ്പിക്കുളത്താണ് എന്ത് ചെയ്യുന്നത്? ലോകോത്തര കടുവാ സങ്കേതത്തിന്റെ എന്തിൽ ലഭിച്ചിട്ടുള്ള പ്രകൃതി സംരക്ഷണ ഗുണനിലവാര അക്രഡിറ്റേഷൻ, പ്രകൃതി സംരക്ഷണ ഗുണനിലവാര അക്രഡിറ്റേഷൻ ലഭിച്ച കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ കടുവാ സങ്കേതം എന്ന് വെച്ചുള്ളത് ഏതാണ്? നമ്മുടെ പറമ്പിക്കുളമാണ്. അടുത്ത 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2021 ഓഗസ്റ്റിൽ കേന്ദ്ര ഭവന ധനകാര്യ മന്ത്രാലയം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്ലസ് നഗരമായി പ്രഖ്യാപിച്ചതാണ്. 2021 ഓഗസ്റ്റില് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം എന്ത് ചെയ്തു? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ പ്ലസ് നഗരമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതെന്നാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. അപ്പൊ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്ലസ് നഗരം ഏതാണ്? ഞാനൊരു ക്ലൂ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് കണക്കാക്കുന്നത് ഈ നഗരത്തെ തന്നെയാണ്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം ഏതാണ്? നമ്മുടെ മധ്യപ്രദേശിലെ നമ്മുടെ ഇൻഡോർ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇൻഡോർ ആണ്. ഓക്കെ, അപ്പൊ 2021 ഓഗസ്റ്റില് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്ലസ് നഗരമായി പ്രഖ്യാപിച്ചത് ഏതിനെയാണ്? ഇൻഡോറിനെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇൻഡോറിനെയാണ് കേന്ദ്ര ഭവന ധനകാര്യ മന്ത്രാലയം നഗരകാര്യ മന്ത്രാലയം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്ലസ് നഗരമായിട്ട് പ്രഖ്യാപിച്ച ഏതിനെയാണ്? നമ്മുടെ ഇൻഡോറിനെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇൻഡോർ ആണ്. ഓക്കെ, അതിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, മഹാരാഷ്ട്രയിലാണ് ഇൻഡോർ വരുന്നത്. മഹാരാഷ്ട്രയിലാണ് ഇൻഡോർ വരുന്നത്. അടുത്ത 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് BR അംബേദ്കർ, അയ്യങ്കാളി എന്നിവരുടെ പേരിൽ ചേർ വരുന്ന സർവകലാശാല ഏതാണ്? അവരുടെയൊക്കെ പേരിലാണ് BR അംബേദ്കറുടെയും അതുപോലെ തന്നെ അയ്യങ്കാളിന്റെയൊക്കെ പേരിൽ ചേർ വരുന്ന സർവകലാശാല ഏതെന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. ഇപ്പൊ ഏത് സർവകലാശാലയാണ് ഇവരുടെ പേരിൽ? ആരുടെയൊക്കെയാണ്? നമ്മുടെ അംബേദ്കറിന്റെ പേരിലും അതേപോലെ തന്നെ അയ്യങ്കാളിയുടെ പേരിലും ഒക്കെ ചേർ വരുന്ന സർവകലാശാല ഏതാണ്? നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയാണ്. കാലിക്കറ്റ് സർവകലാശാലയാണ് എന്ത് ചെയ്യുന്നത്? BR അംബേദ്കറിന്റെയും അയ്യങ്കാളിയുടെയൊക്കെ പേരിൽ ചേർ വരുന്ന സർവകലാശാല ഏതാണ്? കാലിക്കറ്റ് സർവകലാശാലയാണ് അറിഞ്ഞിരിക്കുക. വേറെ സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക് വരുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക് ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക് വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. എവിടെയാണ് ജിയോ പാർക്ക്? അപ്പൊ ഞാനൊരു സിമ്പിൾ ആയിട്ട് കണ്ടെത്താനായിട്ട് ഉത്തരം ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ജിയോ പാർക്കിൽ തുടങ്ങുന്ന ജ വെച്ചിട്ടല്ലേ? അപ്പൊ ഇതിൽ നോക്കിയേ, ജ ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് ലിങ്ക് ചെയ്യാം. ജബൽപൂരാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക് എവിടെയാണ്? ജബൽപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക്. വേറെ സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക് എവിടെയാണ്? ജബൽപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ പാർക്ക്. ഓക്കെ, നമുക്ക് അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വയോജനങ്ങൾക്ക് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ വീട്ടിൽ മരുന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ്. എന്താണ് ചോദ്യം? വയോജനങ്ങൾക്ക് വീട്ടിൽ മരുന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്തെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. എന്താണ്? കാരുണ്യ അറ്റ് ഹോം എന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വയോജനങ്ങൾക്ക് അല്ലെങ്കിൽ വയസ്സായവർക്ക് എന്ത് ചെയ്യാണ്? വീട്ടിൽ മരുന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? കാരുണ്യ അറ്റ് ഹോം. കാരുണ്യ അറ്റ് ഹോം. വേറെ സംശയമൊന്നുമില്ലല്ലോ. 12ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു മെത്തനോൾ പ്ലാന്റ് വരുന്ന എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു മെത്തനോൾ പ്ലാന്റ് വരുന്ന എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഹൈദരാബാദിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു മെത്തനോൾ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു മെത്തനോൾ പ്ലാന്റ് വരുന്ന എവിടെയാണ്? ഹൈദരാബാദിലാണ്. 13ാമത്തെ ചോദ്യം. പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം കോവിൻ ആപ്പില് ഏത് ആപ്ലിക്കേഷൻ ആയിരുന്നു പറയുന്നത്? കോവിൻ. നമ്മൾ കോവിഡ് ഒക്കെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ വാക്സിൻ രജിസ്റ്റർ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ് എന്ത്? കോവിൻ. അപ്പൊ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എത്ര പേർക്ക് വരെ വാക്സിൻ രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം കോവിൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോവിൻ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എത്ര പേർക്ക് കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യാമെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. എത്ര പേർക്ക് രജിസ്റ്റർ ചെയ്യാം? നിലവിൽ 6 പേർക്ക് വരെ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? 6 പേർക്ക് വരെ
വാക്സിൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 6 പേർക്ക് വരെ എന്ത് ചെയ്യാനായിട്ട് കഴിയും? കോവിൻ ആപ്പിൽ, ഏത് ആപ്ലിക്കേഷനിലാണ്? കോവിൻ ആപ്പിൽ വാക്സിൻ രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. സംശയമൊന്നുമില്ലല്ലോ. അടുത്ത 14ാമത്തെ ചോദ്യം, ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ആദ്യം കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തേക്കാണ്? എന്നാണ് ചോദ്യം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ആദ്യമായിട്ട് കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തേക്കാണെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. അപ്പൊ ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്ന മിസൈല് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് നിർമ്മിച്ചത്? ഇന്ത്യയും റഷ്യയും കൂടിയാണ് സംയുക്തമായിട്ട് ബ്രഹ്മോസ് മിസൈൽ നിർമ്മിച്ചത്. ഇത് കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തേക്കാണെന്ന് ചോദിച്ചത് ഏതാണ്? ഫിലിപ്പീൻസിലേക്കാണ് കേട്ടോ. ഫിലിപ്പൈൻസിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ബ്രഹ്മോസ് മിസൈൽ ആദ്യമായിട്ട് കയറ്റുമതി ചെയ്ത രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്, അറിഞ്ഞിരിക്കുക. അടുത്ത 15ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നത് ബീച്ച് എവിടെയാണ്? എന്നാണ് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്ന ബീച്ച് എവിടെയാണെന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. ആലപ്പുഴ ബീച്ചിലാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്ന ബീച്ച് ഏതാണ്? ആലപ്പുഴ ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്ന ബീച്ച് ഏതാണ്? ആലപ്പുഴ ബീച്ചാണ്, അറിഞ്ഞിരിക്കുക. 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുന്ന പുരുഷ ടെന്നീസ് താരം ആരാണ്? എന്നാണ് ചോദ്യം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുന്ന പുരുഷ ടെന്നീസ് താരം ആരെന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുന്ന പുരുഷ ടെന്നീസ് താരം ആരെന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. ആരാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടുന്ന പുരുഷ ടെന്നീസ് താരം ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. റാഫേൽ നദാലാണ് അല്ലെ? റാഫേൽ നദാലാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുന്ന പുരുഷ ടെന്നീസ് താരമാരാണ്? റാഫേൽ നദാലാണ്, അറിഞ്ഞിരിക്കുക. 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അതാണ് ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കർണാടകയാണ് കേട്ടോ. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കർണാടകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആദ്യമായി പാസ്സാക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായി നടപ്പിലാക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ കർണാടകയാണെന്ന് അറിഞ്ഞിരിക്കുക. 18ാമത്തെ ചോദ്യം, കാലാവസ്ഥാ പ്രതിസന്ധിയെ തുടർന്ന് നമ്മുടെ ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിനെ കുറച്ചുകൊണ്ട് 2060 കാർബൺ ന്യൂട്രൽ ആകാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? എന്നാണ് ചോദ്യം. കാലാവസ്ഥാ പ്രതിസന്ധിയെ തുടർന്ന് ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളുന്നത് കുറച്ചുകൊണ്ട് 2060 കാർബൺ ന്യൂട്രൽ ആകാനായിട്ട് തീരുമാനിച്ച രാജ്യം ഏതാണെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. ഏതാണ് ആ രാജ്യം? ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ചൈനയാണ് കേട്ടോ. അപ്പൊ ചൈനയാണ് 2060 കാർബൺ എമിഷൻ എല്ലാം കുറച്ചുകൊണ്ട് ഒരു കാർബൺ ന്യൂട്രൽ രാജ്യമാകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ചൈനയാണ്, അറിഞ്ഞിരിക്കുക. വേറെ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്ത് ആദ്യമായിട്ട് ഫോസിൽ ഇന്ധനരഹിത സ്റ്റീൽ നിർമ്മിച്ച രാജ്യം ഏതാണ്? എന്താണ് ചോദ്യം. ലോകത്ത് ആദ്യമായിട്ട് ഫോസിൽ ഇന്ധനരഹിത സ്റ്റീൽ എന്ന് വെച്ചാൽ ഫോസിൽ ഫ്യൂൽസ് ഉപയോഗിക്കാതെ നിർമ്മിക്കുന്ന സ്റ്റീൽ, നമുക്കറിയാലോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒക്കെ അറിയാലോ, ആ സ്റ്റീലൊക്കെ നിർമ്മിച്ച രാജ്യം ഏതാണെന്നാണ് നമ്മുടെ 19ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. സ്വീഡൻ ആണ് കേട്ടോ. അപ്പൊ സ്വീഡൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ലോകത്ത് ആദ്യമായിട്ട് ഫോസിൽ ഇന്ധനരഹിത സ്റ്റീൽ നിർമ്മിച്ച രാജ്യം ഏതാണ്? നമ്മുടെ സ്വീഡൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. സ്വീഡൻ ആണ് ലോകത്ത് ആദ്യമായിട്ട് ഫോസിൽ ഇന്ധനരഹിത സ്റ്റീൽ നിർമ്മിച്ച രാജ്യം ഏതാണ്? സ്വീഡൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, 2022 ഫെബ്രുവരിയിൽ ശൈത്യകാല ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ ബഹിഷ്കരിച്ച രാജ്യം ഏതാണ്? ചോദ്യം. 2022 ഫെബ്രുവരിയിൽ ശൈത്യകാല ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ ബഹിഷ്കരിച്ച രാജ്യം ഏതെന്നാണ് നമ്മുടെ 20ാമത്തെ ചോദ്യം. ഏതാണ് ആ രാജ്യം? നമ്മൾ തന്നെയാണ്, ഇന്ത്യ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 2022 ഫെബ്രുവരിയിൽ ശൈത്യകാല ഒളിമ്പിക്സ് അല്ലെങ്കിൽ ശൈത്യകാല ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന സമാപന ചടങ്ങുകൾ ബഹിഷ്കരിച്ച രാജ്യം ഏത് തന്നെയാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ, 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ പാരാ ബാഡ്മിന്റൺ അക്കാദമി എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പാരാ ബാഡ്മിന്റൺ അക്കാദമി എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ലക്നൌവിലാണ്. ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പാരാ ബാഡ്മിന്റൺ അക്കാദമി എവിടെയാണ്? ലക്നൌവിലാണ്. 22ാമത്തെ ചോദ്യം, തനതു ഭക്ഷണ വിഭവങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ ബ്രാൻഡഡ് റെസ്റ്റോറന്റിന്റെ പേരെന്താണ്? ചോദ്യം. തനതു ഭക്ഷണ വിഭവങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ ബ്രാൻഡഡ് റെസ്റ്റോറന്റിന്റെ പേരെന്താണ്? എന്താണ്? പിങ്ക് കഫേ എന്നാണ് കേട്ടോ. പിങ്ക് കഫേ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പിങ്ക് കഫേ ആണ് എന്ത്? തനതു ഭക്ഷണ വിഭവങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ ബ്രാൻഡഡ് റെസ്റ്റോറന്റിന്റെ പേരെന്താണ്? പിങ്ക് കഫേ എന്നാണ്, അറിഞ്ഞിരിക്കുക. അടുത്ത 23ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾക്ക്
മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിൽ പുരസ്കാരം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ചോദ്യം. ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിൽ പുരസ്കാരം നൽകാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം. ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി മേഖലയുടെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് രാജീവ് ഗാന്ധിയുടെ പേരിൽ പുരസ്കാരം നൽകാനായിട്ട് തീരുമാനിച്ചത്. ഏതാണ് സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മഹാരാഷ്ട്ര കേട്ടോ. മഹാരാഷ്ട്ര സർക്കാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരിൽ പുരസ്കാരം നൽകാനായിട്ട് തീരുമാനിച്ച സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്രയാണ്. 24ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2032 വരെ ഗുസ്തിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ചോദ്യം. 2032 വരെ ഇന്ത്യൻ ഗുസ്തിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ 24ാമത്തെ ചോദ്യം. ഏതാണ് സംസ്ഥാനം? നമ്മൾ ഈ ചോദ്യം ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏതാണ് സംസ്ഥാനം? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശാണ് 2032 വരെ ഇന്ത്യൻ ഗുസ്തിയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ച സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഉത്തർപ്രദേശാണ്. 25ാമത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് വരുന്നത് എവിടെയാണ്? എന്താണ് ചോദ്യം? ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് വരുന്നത് എവിടെയാണ് വരുന്നത്? ഓപ്ഷൻ 4 ഓപ്ഷൻസ് വായിച്ചാൽ നമുക്ക് ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ ബി എന്താണ്? ദുബായ് ആണ് കേട്ടോ. ദുബായ് ആണ് ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് വരുന്നത് എവിടെയാണ്? നമ്മുടെ ദുബായിലാണെന്ന് അറിഞ്ഞിരിക്കുക. ദുബായിലാണ് ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട 25 കറണ്ട് അഫയർ ചോദ്യങ്ങളാണ്. അപ്പൊ ഒരു കാര്യം ഇതിനു മുന്നേ പറയാനുള്ളത്, അൺഅക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. HPL10 എന്നാണ് കേട്ടോ. HPL10. ഓക്കെ. ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ അൺഅക്കാഡമിയിലെ ലേറ്റസ്റ്റ് സബ്സ്ക്രിപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 10%-ഓളം ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കോഡ് ഒന്ന് നോട്ട് വെച്ചേക്കുക. HPL10 എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഫലപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു ക്ലാസ്സും നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.